നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാളിനോടനുബന്ധിച്ച് ട്രംപിന്റെ ആശംസ നേരുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നല്ലോ. അതിനുശേഷം പല രാഷ്ട്രീയ നിരീക്ഷകരും വിദേശകാര്യ വിദഗ്ധരും പറഞ്ഞിരുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതിന്റെ ഒരു ആദ്യ പടിയായിരിക്കും ഈ ട്രംപിന്റെ ഇത്തരം ആശംസ എന്ന് പലരും ചൂണ്ടിക്കാട്ടിയെങ്കിൽ ട്രംപ് ഇപ്പോൾ അതിൽ നിന്നും ഒന്നും പിന്നോട്ട് പോകുന്നില്ല എന്നതിന് തെളിവാണ് ഇന്നലെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ഉണ്ടായ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും. ട്രംപ് വ്യക്തമായി തന്നെ പറയുകയാണ്, ഇന്ത്യക്കെതിരെ അദ്ദേഹം തുടർച്ചയായി പറയുകയാണ്, നാം കണ്ടു ആദ്യം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് ആദ്യം 25% തീരുവ ചുമത്തുന്നു, അത് 50% പിന്നീട് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെടുന്നു, G7 രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു ഇന്ത്യക്ക് മേൽ തീരുവ വർദ്ധിപ്പിക്കണം. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന് കാരണക്കാരെന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ തുടരുന്നതിനിടയിൽ നാം കരുതി അതെല്ലാം അവസാനിപ്പിച്ച് ട്രംപ് ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹത്തിന്റെ വീണ്ടും ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിലൂടെ ഉക്രൈൻ യുദ്ധം തുടരാൻ പണം നൽകുന്ന പ്രധാനികൾ ഇന്ത്യയും ചൈനയുമാണെന്നാണ് US പ്രസിഡന്റ് പറയുന്നത്. ഇതിലൂടെ തന്നെ വ്യക്തമാണ് അദ്ദേഹം ഇന്ത്യക്കെതിരായി തുടർച്ചയായി പ്രസ്താവനകൾ തുടരുകയാണ്. ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നതോ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയും അതോടൊപ്പം തന്നെ ചൈനയും ഒറ്റപ്പെടുത്താനുള്ള ശ്രമം. അങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടത്തുന്ന പശ്ചാത്തലത്തിലാണല്ലോ നാം കണ്ടത് ചൈനയിൽ റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും ഇന്ത്യയും ഒറ്റക്കെട്ടായി അമേരിക്കക്കെതിരെ നീങ്ങുന്നത്. ആ നീക്കമുണ്ടായപ്പോൾ ആദ്യം ഒന്ന് ട്രംപ് വിരണ്ടു. അത് കൃത്യമായി തന്നെ ആ രാജ്യത്തെ വിദേശകാര്യ വിദഗ്ധർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യയും ചൈനയും ഒന്നിക്കുന്നത് അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യും. ട്രംപിന്റെ ഇത്തരം നയങ്ങളിൽ നിന്നും ഇദ്ദേഹം പിന്നോട്ട് പോകണം, അല്ലാത്ത പക്ഷം ഇന്ത്യയും ചൈനയും പിണക്കുന്നത് അമേരിക്കയ്ക്ക് ഭാവിയിൽ വലിയ ദോഷം ചെയ്യുമെന്ന് ഉൾപ്പെടെ വിദേശകാര്യ വിദഗ്ധർ പറഞ്ഞിരുന്നല്ലോ. എന്തായാലും പക്ഷെ അദ്ദേഹം അവിടെ നിന്നൊന്നും നിർത്താൻ തയ്യാറല്ല. അതിന് മറ്റൊരു കാരണം അദ്ദേഹം പാകിസ്ഥാനുമായി അടുക്കുന്നതാണല്ലോ. എല്ലാ കാലത്തും നാം 2ാം ലോക മഹായുദ്ധ കാലത്തും 1ാം ലോക മഹായുദ്ധ കാലത്തും അതോടൊപ്പം തന്നെ റഷ്യയും സോവിയറ്റ് യൂണിയനും ശീത യുദ്ധകാലത്തും എല്ലാം നാം കണ്ടിട്ടുണ്ടല്ലോ. 2 ചേരിയായാണ് ലോകം നിൽക്കാറുള്ളത്. ആ 2 ചേരി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിലും ഉണ്ടാകുന്നത്. പാക് ചേരിയോടൊപ്പം ചില രാജ്യങ്ങൾ, ഇന്ത്യയോടൊപ്പം ചില രാജ്യങ്ങൾ. ഇപ്പോൾ കുറച്ചു നാളുകളായി ഇന്ത്യക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകിയ അമേരിക്ക ട്രംപിന്റെ വരവോടുകൂടി തന്നെ പൂർണ്ണമായി തന്നെ പാകിസ്ഥാന് മുന്നിൽ കീഴടങ്ങുകയല്ലേ. അത് കീഴടങ്ങൽ മാത്രമാണ്. അല്ലാത്ത പക്ഷം ഈ പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കാൻ എന്ത് യോഗ്യതയാണ് ഈ അമേരിക്കയ്ക്കുള്ളത്? യോഗ്യത എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച ഭീകരവാദിക്ക് അഭയം നൽകിയ ഒരു രാജ്യവുമായി സൗഹൃദം കൂടാൻ എങ്ങനെ അമേരിക്കയ്ക്ക് കഴിയും? നമുക്കറിയാം, ബില്ലാദിന് താമസിക്കാൻ വസിക്കാൻ സ്ഥലം വിട്ടു നൽകി, എല്ലാ സൗകര്യവും നൽകി, സുരക്ഷ നൽകിയത് ആരാണ്? അത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനുമായാണ് ഇപ്പോൾ അമേരിക്ക സൗഹൃദം കൂടുകയും ചങ്ങാത്തം കൂടുകയും അസീം മുനീറിനെ അങ്ങ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം ഇപ്പോൾ നിത്യ സന്ദർശകനാണ് അമേരിക്കയിൽ. ട്രംപ് വിളിക്കും, അദ്ദേഹം പോകും. എന്തിനാണെന്നറിയില്ല. പക്ഷേ ഇത് തെറ്റായ ഒരു രീതിയാണ്. ഭീകരവാദ രാഷ്ട്രമായ ഭീകരവാദം പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്ന പല രാജ്യങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു പങ്ക് പാകിസ്ഥാനിലേക്ക് എത്തും. ആ പാകിസ്ഥാനെയാണ് ഇപ്പോൾ അമേരിക്ക പിന്തുണയ്ക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യം എല്ലാ കാലത്തും ഇന്ത്യയുടെ ശത്രുവാണ്. അത് തന്നെയാണ് ട്രംപും നടപ്പിലാക്കുന്നത്. ഇന്ത്യയെ പിന്തള്ളി അദ്ദേഹം പാകിസ്ഥാനുമായി സൗഹൃദത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ആ സൗഹൃദത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. അതിന്റെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഏറ്റവും വലിയ അതിവേഗത്തിൽ വളരുന്ന ഒരു സാമ്പത്തിക രാജ്യമാണല്ലോ ഇന്ത്യ. അപ്പോൾ ആ കരുത്ത് മാത്രം മതി. പിന്നീട് ഇന്ത്യയുടെ പല വസ്തുക്കളും അമേരിക്കയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. അത് തടയുകയാണെങ്കിൽ, തീരുവ ചുമത്തി അത് തടയാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അതിന് ബദലായി കേന്ദ്ര സർക്കാർ പുതിയ ഇടങ്ങൾ കണ്ടെത്തി, ജപ്പാനും ആഫ്രിക്ക രാജ്യങ്ങളിലും അടക്കമുള്ള പുതിയ കമ്പോളങ്ങൾ കണ്ടെത്തി ഇന്ത്യ മുന്നേറുകയാണല്ലോ.
അല്ലാതെ ട്രംപിന്റെ ഈ വട്ട് രീതികൾക്ക്, കോമാളിത്തനങ്ങൾക്ക് കുടപിടിക്കാൻ എന്തായാലും ഇന്ത്യക്ക് കഴിയില്ല. കാരണം ഇന്ത്യ ഓരോ സമയം വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യ വലിയ രീതിയിൽ, ഇപ്പോൾ അമേരിക്കയിൽ ആഡംബര ജീവിതം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ പട്ടിണിയായിരുന്നു. അങ്ങനെ പട്ടിണിയിൽ നിന്നും പട്ടിണിയെ അതിവേഗം ഒഴിവാക്കി ഇന്ത്യ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപിന്റെ നയങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും? ട്രംപിന്റെ പ്രധാന വിഷയം എന്താണ്? ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു. പിന്നെ ആരുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങും? കാരണം വില കുറച്ച് ഒരു രാജ്യം എണ്ണ നൽകാമെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്? അതല്ലേ ബിസിനസ്. അമേരിക്കയുടെ ബിസിനസ് എന്താണ്? അമേരിക്കയുടെ ബിസിനസ് ആയുധ കച്ചവടമല്ലേ? യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾക്കും ആയുധം വിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ആ അമേരിക്കയാണ് ഇന്ത്യയെ ഈ വിദേശകാര്യ നയങ്ങൾ പഠിപ്പിക്കാൻ വരുന്നത്. മുൻകാലങ്ങളിൽ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയാൽ ഭയപ്പെട്ടു പോകുന്ന ഒരു സർക്കാരുകളെല്ലാം മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സർക്കാരാണെന്ന് തെറ്റിദ്ധാരണയിലായിരിക്കും ട്രംപ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന് കൊണ്ട് സാധിക്കില്ല. കാരണം പണ്ടെല്ലാം അമേരിക്ക ഒരു തവണ പറഞ്ഞാൽ മാത്രം മതി, ഒരു പ്രസ്താവന മാത്രം മതി പല രാജ്യങ്ങളും അവർക്ക് മുന്നിൽ കീഴടങ്ങാൻ. ഇപ്പോൾ ഇന്ത്യക്കെതിരെ തുടർച്ചയായി കുരയ്ക്കുന്നുണ്ടല്ലോ. ഇന്ത്യ പിന്നോട്ട് പോകുന്നുണ്ടോ? അത് നടക്കാത്തത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് തുടർച്ചയായി തന്നെ കുരയ്ക്കേണ്ടി വരുന്നത്. മാസങ്ങളായി പറയല്ലേ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങരുതെന്ന്. ഇന്ത്യ എണ്ണ വാങ്ങരുതെന്ന് പറയുമ്പോൾ ഇന്ത്യ അത് മുഖവിലിക്ക് പോലും എടുക്കുന്നില്ല, ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വെറും പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രീതിയായിട്ടാണ് കാണുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് താലിബാനാണല്ലോ. അഫ്ഗാനിസ്ഥാനിലെ വ്യോമത്താവളം തങ്ങൾക്ക് വിട്ടുതരണമെന്ന് ഇവർ ആവശ്യപ്പെട്ടപ്പോൾ, ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ, അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ 1 ഇഞ്ച് ഭൂമി പോലും അമേരിക്കയ്ക്ക് വിട്ടു നൽകില്ല. അതിന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം അനിവാര്യമാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറാണെന്ന് താലിബാൻ പ്രഖ്യാപിച്ചില്ലേ? അങ്ങനെ എല്ലാ രാജ്യങ്ങളും, ഏറ്റവും ചെറിയ രാജ്യം മുതൽ അങ്ങ് റഷ്യ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ, ഇതിനിടയിലുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരു കാലത്ത് ലോക പോലീസായിരുന്ന, ലോക ശക്തിയായിരുന്ന അമേരിക്കയുടെ വാക്കുകൾ പരിഗണിക്കാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. ഇതിനുള്ള കാരണം ആരാണ്? ഇതിനുള്ള കാരണം ട്രംപാണ്. ട്രംപിന്റെ ഈ നിലപാടിൽ നിന്നും അദ്ദേഹം അതിവേഗം പിന്നോട്ട് പോയില്ലെങ്കിൽ ആ രാജ്യത്തുള്ളിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ രാജ്യത്തിന് പുറത്ത് വലിയ വിമർശനങ്ങളുണ്ട്. അദ്ദേഹത്തെ പരിഗണിക്കാത്ത രീതിയുണ്ട്, അദ്ദേഹത്തിന് വില കൽപ്പിക്കാത്ത രീതിയുണ്ട്. വൈകാതെ ഇത് സ്വന്തം രാജ്യത്തിലേക്ക് കടന്നു വന്നാൽ ഇത് അദ്ദേഹത്തിന്റെ പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കും. അത് സ്വാഭാവികമായും വരും തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എന്തായാലും വലിയ ദോഷം ചെയ്യും. പക്ഷെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയാൽ ഇന്ത്യ പഴയ രീതിയിൽ നിൽക്കാൻ തയ്യാറല്ല. ഇന്ത്യക്ക് ഇപ്പോൾ വലിയ സ്വപ്നങ്ങളുണ്ട്. കാരണം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യൂറോപ്പ് അടക്കമുള്ള, ഉക്രൈൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് ഇന്ത്യ കോടാനുകോടി രൂപ വരുമാനം ഉണ്ടാക്കുമ്പോൾ അമേരിക്കയ്ക്ക് വഴങ്ങി ഇന്ത്യ എന്തിനത് പിൻവലിക്കണം? അങ്ങനെ പിൻവലിച്ചാൽ ഇന്ത്യക്ക് എന്താണ് ലാഭം? ഇന്ത്യക്ക് അത് നഷ്ടക്കച്ചവടമല്ലേ? ഇപ്പോൾ ഇന്ത്യ എന്തായാലും നഷ്ടക്കച്ചവടത്തിന് തയ്യാറല്ല. കാരണം ഒരു ഗുജറാത്തുകാരനാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഗുജറാത്തികളെ കുറിച്ച് അറിയാമല്ലോ. അവർ എല്ലാത്തിലും വ്യവസായം കണ്ടെത്തുന്ന, വ്യവസായത്തിൽ ഇറങ്ങിയാൽ വിജയിക്കുന്നവരാണ്. അങ്ങനെ ഒരു വ്യവസായി ഗുജറാത്തിൽ നിന്നും ജനിച്ചു വളർന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഭാരതത്തിൽ അവർ ഇത്തരം കച്ചവടത്തിന് വലിയ പ്രാധാന്യം നൽകും. അത് തന്നെയാണ് നാം ഇന്ന് കാണുന്നത്.